ബി.ജെ.പി ഇനിയും ഒരു 40 വർഷം കൂടി ഇന്ത്യ ഭരിക്കുമെന്ന് അമിത്ഷാ പ്രവചിച്ചത് സത്യം തന്നെയാണ്. ആ ആത്മവിശ്വാസത്തിന്റെ കാരണം കോൺഗ്രസും അതിലെ ഒന്നാം നമ്പർ കുടുംബവുമാണ് എന്ന് പറയാം. യാതൊരു നയവുമില്ലാതെ കോൺഗ്രസും അതിനെ ദിനം പ്രതി ക്ഷയിപ്പിക്കുന്ന നെഹ്റു കുടുംബത്തിന് അതിന്മേലുള്ള നിയന്ത്രണവും നിലനിൽക്കുന്നിടത്തോളം കാലം സംഘപരിവാറിന് ഒന്നും ഭയക്കാനില്ല എന്ന് പറയാം. 2024 കോൺഗ്രസ് ദേശീയ തലത്തിൽ അതിന്റെ ഏറ്റവും ദയനീയമായ പ്രകടനം നടത്തുമെന്ന് മറ്റാരായിക്കാളും നന്നായി അറിയുന്നതും കോൺഗ്രസിന് തന്നെയാണ്. കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ കാരണങ്ങൾ പലതായിരിക്കാം. കോൺഗ്രസിന് സ്വന്തമായൊരു നയവുമില്ല എന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത്. സംഘത്തിന് എത്ര നീചമായതാണെങ്കിലും തീവ്ര വർഗീയത എന്നൊരു നയം കൃത്യമായിട്ടുണ്ട്. കോൺഗ്രസിന് ജനപിന്തുണയുള്ള ഒരു നേതാവുമില്ല എന്നതാണ് മറ്റൊരു കാര്യം. മോദിയുടെ മുന്നിൽ രാഹുലിനെ വെറും ഒരു കോമാളിയായി മാത്രമാണ് ഇന്ത്യൻ ജനത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുലിന്റെയും കോൺഗ്രസിന്റെയും നയം മോദി വിരുദ്ധത മാത്രമാണ്. സംഘത്തിന്റെ ഫാസിസ്റ്റ് ഏകാധിപത്യ വർഗീയ നയങ്ങളോടല്ല കോൺഗ്രസ് പോരാടുന്നത്. ഫാസിസവും ഏകാധിപത്യവും വർഗീയതയും ഏറെയും കുറഞ്ഞും പിന്തുടർന്ന ഇപ്പോഴും പിന്തുടരുന്ന കക്ഷിയാണ് കോൺഗ്രസ് എന്ന പാർട്ടി. വിമോചന സമരം എന്ന ആഭാസത്തെ ന്യായീകരിച്ച മകളുടെ വാശിക്ക് മുന്നിൽ ഒന്നാം കേരള സർക്കാരിനെ പിരിച്ചുവിട്ട് ആദ്യമായി അനുച്ഛേദം 356 ഉപയോഗിച്ച ജനാധിപത്യത്തെ കശാപ്പു ചെയ്ത ജവഹർലാൽ നെഹ്റുവും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച മൗലികാവകാശങ്ങൾ എടുത്തുകളഞ്ഞ ഇന്ദിരാഗാന്ധിയും ബാബറി മസ്ജിദ് കാവ്യ വർഗീയവാദികൾക്ക് തുറന്നുകൊടുത്ത ബോഫോഴ്സ് നായകൻ രാജീവ് ഗാന്ധിയും മസ്ജിദ് തകർക്കാൻ മൗനാനുവാദം നൽകിയ റാവുവും അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച സർക്കാരിനെ നയിച്ച മൻമോഹൻ സിംഗ് അടക്കം ആരും വിശുദ്ധരല്ല എന്നുകൂടി പറയട്ടെ. ആ നെഹ്റു കുടുംബത്തിലെ അവസാന പ്രധാനമന്ത്രിയുടെ ഭരണം 35 വർഷങ്ങൾക്ക് മുൻപ് 1989 അവസാനിച്ചു എന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർക്കണം. അന്ന് വെറും 15 വയസ്സുള്ള ഒരാൾക്ക് ഇന്ന് 50 വയസ്സാണ്. അതായത് 50കളിൽ അതിനും താഴെയുള്ളവർക്ക് മാത്രമാണ് നെഹ്റു കുടുംബം ഒരു വികാരമായിട്ടുള്ളൂ. അല്ലാത്തവർക്കെല്ലാം ആ കുടുംബത്തെ അറിയുക പോലുമില്ല എന്ന് പറയാം. പിന്നെ ശേഷിക്കുന്നത് ഇന്ത്യൻ ജനതയിലെ കുറച്ച് വൃദ്ധരാണ്. 35 വർഷത്തിന് മുൻപ് ഇന്ത്യ ഭരിച്ച് മൺമറഞ്ഞുപോയ ചിലരുടെ പേരിൽ വടക്കേ ഇന്ത്യയിലെ വൃദ്ധജനത പോലും നെഹ്റു കുടുംബത്തെ ഓർക്കുന്നില്ല. വടക്കേ ഇന്ത്യയിലെ 80 ലോക്സഭാ സീറ്റുള്ള UP, 40 സീറ്റുള്ള ബീഹാർ, കിഴക്കേ ഇന്ത്യയിലെ 40 സീറ്റുള്ള ബംഗാൾ എന്നിവിടങ്ങളിലൊന്നും കോൺഗ്രസ് പേരിന് പോലുമില്ല. 1970-80കൾക്ക് ശേഷം അവിടെയൊന്നും അധികാരത്തിൽ വന്നിട്ട് പോലുമില്ല. ബാക്കിയാകുന്നത് തെക്കേ ഇന്ത്യയാണ്. അവിടെ 25 സീറ്റുള്ള ആന്ധ്രയിൽ കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 38 സീറ്റുള്ള തമിഴ്നാട്ടിൽ ദ്രാവിഡ കക്ഷിയുടെ ചേലത്തുമ്പത്തിലാണ് തൂങ്ങിക്കിടപ്പ്. തെന്നിന്ത്യയിലെ ബാക്കിയാകുന്ന 65 സീറ്റുകളിൽ ഏതാനും വരുന്ന വൃദ്ധജനതയെ ആശ്രയിച്ചാണ് സോണിയാഗാന്ധി കുടുംബത്തിന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് തന്നെ. അങ്ങനെയാണെങ്കിൽ ആ 65 സീറ്റിൽ പകുതി കിട്ടിയിട്ടാണോ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്നാണ് ഉയർന്നു വരുന്ന ചോദ്യം. ഇന്ത്യൻ പാർലമെന്റിൽ 543 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് എന്ന് ഓർക്കണം. കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കൊന്നും പറഞ്ഞ് ഇതിനെ പ്രതിരോധിക്കാൻ നിൽക്കണ്ട. ഏതാണ്ട് എല്ലാ സീറ്റിലും മത്സരിച്ച് തോറ്റു തുന്നം പാടിയാണ് കഷ്ടിച്ച് 19% വോട്ട് കഴിഞ്ഞ തവണ നേടിയെടുത്തത്. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ 30-40 ഒക്കെ ശതമാനം നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഉടനെ നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആ സംസ്ഥാനങ്ങളിലെല്ലാം BJP തൂത്തുവാരുന്നത് കാണേണ്ടി വന്നത്. കാരണം കോമാളിയായ പക്വതയില്ലാത്ത ഇന്ത്യൻ ജനത മറന്നേ പോയ പണ്ടെങ്ങാണ്ടോ നാടുവാണ ഒരു കുടുംബത്തിലെ രാഹുലും മോദിയും തമ്മിലുള്ള പോരാട്ടത്തിൽ മോദിയല്ലേ ജയിക്കുകയുള്ളൂ. സംഘപരിവാറിനെ തീവ്ര വർഗീയതയ്ക്ക് ബദലായി തങ്ങളുടെ മൃദുവർഗീയത സ്വീകരിക്കണമെന്ന് പറഞ്ഞ ഇന്നും കോൺഗ്രസ് വടക്കേ ഇന്ത്യ നിരങ്ങുമ്പോൾ വടക്കേ ഇന്ത്യക്കാർ ചിരിക്കുകയാണ്. ഒറിജിനൽ വർഗീയത കിട്ടുമ്പോൾ വെള്ളം ചേർത്ത വർഗീയത ആർക്കു വേണം? രാഹുൽ എന്ന കോമാളിയും രാഹുലിനാൽ നിയന്ത്രിക്കപ്പെട്ട ഖാർഗെ എന്ന വൃദ്ധനും ഇന്ത്യൻ ജനതയ്ക്ക് ഒരു പുതുമയും സമ്മാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് ഒരു നയവും വാഗ്ദാനം ചെയ്യുന്നുമില്ല. മൃദു ഹിന്ദുത്വതയല്ലാതെ മറ്റൊന്നും അവർക്ക് നൽകാനില്ല. മറുവശത്ത് സംഘപരിവാറിന്റെ അസൽ വർഗീയതയും മോദിയുടെ വാചക കസർത്തും ആളെ കൂട്ടാനുള്ള കഴിവും അങ്ങ് അരങ്ങ് തകർക്കുകയാണ്. കോൺഗ്രസ് പരാജയം സമ്മതിച്ചു കഴിഞ്ഞു എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. 2024 മാത്രം പരാജയമല്ല ഇത്. അമിത്ഷാ പറഞ്ഞതുപോലെ ഇനിയൊരു 40 വർഷത്തെ തോൽവി കോൺഗ്രസ് മുൻകൂട്ടി അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് പറയാം. 2019 തിരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ പാർട്ടി പ്രസിഡന്റും പ്രിയങ്ക UP ചുമതലയും ആവേശത്തോടെ ഏറ്റെടുത്തത് നമ്മൾ കണ്ടു. 2024 രാഹുൽ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടക്കുന്നതും പ്രിയങ്ക ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നൊക്കെ എഴുതുന്നത് ഇടതുകാലിലേക്ക് വന്ന് വലതുകാലിലേക്ക് മാറ്റുന്നത് പോലെയാണ്. ഒരു കാര്യവുമില്ല എന്ന് തന്നെ. രാഹുലും പ്രിയങ്കയും എത്രയൊക്കെ നടന്നാലും ആരാധനാലയങ്ങൾ നിറങ്ങിയാലും തെന്നിന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾക്കപ്പുറം
ഒരു ചലനവും ഉണ്ടാക്കാനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതവർ ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പുകളുടെ ഫലം കാണിച്ചു തരുന്നതും ഇതുതന്നെയാണ്. വോട്ടിംഗ് ശതമാനവും കെട്ടിപ്പിടിച്ച ഗുജറാത്തിലെ പോലെ നിലം തൊടാതെ മുഖ്യ പ്രതിപക്ഷമായി പ്രതിപക്ഷ തുടർച്ചയും വാങ്ങി പതിറ്റാണ്ടുകളായി വെറുതെ ഇരിക്കാം എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ ഭാവി എന്ന് പറയുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമെന്ന് കോൺഗ്രസ് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോണിയ കുടുംബത്തിന് ആശ്രിതന്മാർക്കും സുഖമായി ജീവിക്കാൻ 2-3 സംസ്ഥാന ഭരണം വേണം. ഹിമാചൽ, തെലങ്കാന, കർണാടക എന്ന സംസ്ഥാനങ്ങൾ കിട്ടുമ്പോൾ അതിലവർ തൃപ്തരുമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കർണാടകയിലെ ഭരണവും തീരുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. വെറും 30 MLA-മാർ കോൺഗ്രസ് വിട്ടാൽ ഭരണം മാറും. അവർ എന്നെ തയ്യാറുമാണ്. സമയം മാത്രം തീരുമാനിച്ചാൽ മതി. വരാനിരിക്കുന്ന രാഹുൽ മോദി പോരാട്ടം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആ തമാശയെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നത് BJP-യുമാണ്. അവർക്ക് വേണ്ടത് മോദി രാഹുൽ പോരാട്ടമാണ്. ഏറ്റവും എളുപ്പത്തിൽ ഇന്ത്യൻ ഭരണം പിടിക്കാനുള്ള ഒരു തമാശ നാടകം. കോൺഗ്രസിന് വട്ടച്ചിലവിനായി പരമാവധി 1-2 സംസ്ഥാനങ്ങളുടെ ഭരണം മതി. അത് അങ്ങേയറ്റം കിട്ടുകയും ചെയ്യും. അതിനപ്പുറം ഒരു സംശയവുമില്ല. സംഘപരിവാർ ഭരണം അവസാനിക്കണമെങ്കിൽ കോൺഗ്രസിനെ തുടച്ചു നീക്കണം. സോണിയ കുടുംബത്തെ രാഷ്ട്രീയമായി ഇല്ലാതെയാക്കണം. 2024 സമ്പൂർണ്ണ പരാജയത്തിന് ശേഷം കോൺഗ്രസ് പിളരണം. നെഹ്റു കുടുംബം പല കാലങ്ങളിലായി കോൺഗ്രസിൽ നിന്ന് പുകച്ച് പുറത്തു ചാടിച്ച ജനാധിപത്യ വിശ്വാസികളെല്ലാം ഒരു കുടക്കീഴിൽ വരണം. സോണിയ കുടുംബവും പെട്ടിത്തൂക്കികളുമല്ലാത്ത ഒരു പ്രസ്ഥാനം രൂപം കൊള്ളണം. 2024 BJP-ക്കും കോൺഗ്രസിനുമെതിരെ വോട്ട് ചെയ്ത പരമാവധി പ്രതിപക്ഷ MLA-മാരെ പാർലമെന്റിൽ എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയാം. ദേശീയ തലത്തിൽ 2 അക്കം തികയ്ക്കാൻ പാടുപെടുന്ന ഇന്ത്യ പോയിട്ട് ഒരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനം പോലും ഭരിക്കാൻ കഴിവില്ലാത്ത ഇന്ത്യൻ ഭരണം സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രാഹുലും കോൺഗ്രസിനും സംഘപരിവാറിനും വോട്ട് ചെയ്യുന്നത് ആത്മഹത്യാപരവുമാണ്. നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ 2024 BJP വീണ്ടും ഭരിക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസും 1-ാം നമ്പർ കുടുംബവും തകർന്നടിയാൽ മാത്രമാണ് സംഘപരിവാറിൽ നിന്ന് ഇന്ത്യക്ക് ഇന്നില്ലെങ്കിൽ നാളെ ഒരു രക്ഷയുണ്ടാവുക.